അല്ല, നിഷയ്ക്കോ നിങ്ങളുടെ ചാനലിനോ പിണറായി വിജയൻ മറ്റു മണ്ഡലത്തിൽ പോയി മത്സരിക്കാൻ ആത്മവിശ്വാസം ഇല്ലാത്തവനാണ് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള താല്പര്യം ഉണ്ടാവും. ഏത് മണ്ഡലത്തിൽ ആരെ നിശ്ചയിക്കണം, നിർത്തണം, മത്സരിപ്പിക്കണം എന്നുള്ള അത് പാർട്ടിയുടെ തീരുമാനമാണെന്നേ. ജയചന്ദ്രൻ, ഈ വാസ്തവത്തിൽ ഈ കെ ശൈലജയെ പേരാവൂരിലേക്ക് മാറ്റുന്നതിന് പിന്നിലെ യുക്തി എന്താണ്? അത് കണ്ണൂരിലെ പാർട്ടിക്കാർക്കെങ്കിലും കുറഞ്ഞത് ബോധ്യപ്പെടുന്നതാണോ? ശ്രീ എം ജയചന്ദ്രൻ, ഈ കണ്ണൂരിലെ എന്നല്ല 140 മണ്ഡലങ്ങളിൽ CPM എവിടെയാണ്, അല്ല CPM എവിടെ ഏതൊക്കെ മണ്ഡലങ്ങളാണ് മത്സരിക്കുന്നത്, ആ മണ്ഡലങ്ങളിലെയൊക്കെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നത് പ്രാഥമികമായൊരു മാനദണ്ഡമുണ്ട്. അത് താങ്കൾക്കും അറിയാത്തതൊന്നുമല്ല. അത് പിന്നെ അതിൻ്റെ പ്രാഥമിക നടപടികൾ നടന്നു വരികയാണിപ്പോൾ. എവിടെയും സ്ഥാനാർത്ഥി പട്ടിക പൂർത്തീകരിച്ചിട്ടുമില്ല. പിന്നെ പേരാവൂരേക്ക് ശൈലജ ടീച്ചറെ അങ്ങോട്ട് മാറ്റുന്നത് പിന്നെ അതവരെ എന്താണ്, ആരോ ഇവിടെ ചർച്ചയിൽ ആരോ പറഞ്ഞല്ലോ, ശ്രീജിത് പണിക്കരാണെന്ന് തോന്നുന്നു, അവരവിടെ ജയിക്കരുതെന്ന് താല്പര്യമുള്ള അജിൻ്റെയാണെന്ന് തോന്നുന്നു, ജയിക്കരുതെന്ന് താല്പര്യമുണ്ട് അല്ലെങ്കിൽ തീരുമാനമുണ്ട്, അതുകൊണ്ടാണെന്നല്ലേ പറഞ്ഞത്. ഞാൻ തിരിച്ചാണ് കരുതുന്നത്, അവരൊരു ജയൻ കില്ലറായിട്ടാണ് അവരെ അങ്ങോട്ട് വിടുന്നതെന്ന് എനിക്ക് കരുതാൻ കഴിയില്ലേ. ഞാൻ അങ്ങനെയാണ് കരുതുന്നതെങ്കിൽ തെറ്റാണോ അത്? അങ്ങനെ കരുതാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടല്ലോ. എനിക്കുമില്ലേ? മാത്രമല്ല ഒരിക്കൽ അവരെ വടകരയിൽ ഇതുപോലെ തന്നെ ജയൻ കില്ലറായി അയച്ചിട്ട് അവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് കണ്ടു. പേരാവൂരിലെ ഇതുവരെയുള്ള കണക്കുകൾ നോക്കിയാൽ അതൊന്നും പാർട്ടിക്ക് അനുകൂലമല്ല താനും. അല്ല, വടകരയിൽ അവർ ചെല്ലുമ്പോൾ അവർക്കെതിരെ നിൽക്കുന്ന ഒരു ജയന്റ് ആയിരുന്നില്ലല്ലോ ഷാഫി പറമ്പിൽ. ആയിരുന്നോ? അവരെക്കാളിലും മുകളിൽ നിൽക്കുന്ന ഒരു കാലിബർ ആയിരുന്നോ ഷാഫി പറമ്പിൽ അന്നുണ്ടായിരുന്നത്? അല്ലല്ലോ. അത് പറയണ്ട. പിന്നെ ഏത് മണ്ഡലത്തിലും അത് തോൽപ്പിച്ചു കഴിഞ്ഞപ്പോഴാണേ. അല്ല, തിരിച്ചാണെന്ന് ഞാൻ ചിന്തിക്കുന്നത്. തിരിച്ചാണ്. കെ ശൈലജ സണ്ണി ജോസഫിനെ തോൽപ്പിക്കുന്നത് ജയൻ കില്ലറായിട്ട് മാറുമെന്നാണ് CPM കരുതുന്നത്. എൻ്റെയും ചിന്താഗതി അതിനൊപ്പമാണ്. അങ്ങനെ അതിന് സാധ്യതയുണ്ടെന്ന് കരുതുന്ന ഒരാളാണ് ഞാനെങ്കിലോ. അങ്ങനെ കരുതി കൂടെ എനിക്ക്. അതാണ് അതിന്റെ കാര്യം. അപ്പൊ അത് ഇറ്റ് ഡിപ്പെൻഡ്സ് പറയാൻ പറ്റും. ഇറ്റ് ഡിപ്പെൻഡ്സ്, അത്രേ ഉള്ളൂ. അത് നമുക്ക് അതിനകത്ത് എന്തെങ്കിലും ഒരു രണ്ട്, ഈ കഴിഞ്ഞ തവണ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു ജനപ്രതിനിധിയെ ആ മണ്ഡലത്തിൽ നിന്ന് മാറ്റുന്നതിന്റെ കാരണം എന്താണ്? മാറ്റുന്ന കാരണം നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അവര് CPM-നെ സംബന്ധിച്ച് CPM-ന്റെ നേതാക്കൾ, പ്രത്യേകിച്ചും MV ഗോവിന്ദൻ മാസ്റ്റർ തന്നെ പരസ്യമായി തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, CPM-ന് ജയിക്കാവുന്ന ഉറപ്പുള്ള മണ്ഡലങ്ങളിൽ ടൈം വ്യവസ്ഥ നടപ്പിലാക്കും. അതാണ് പറഞ്ഞിട്ടുള്ളത്. CPM-ന് ജയിക്കാവുന്ന ഉറപ്പുള്ള മണ്ഡലമാണ് മട്ടന്നൂർ. അവിടെ ടൈം വ്യവസ്ഥ നടപ്പിലാക്കുന്നു. അതാണ് കാര്യം. ഇപ്പൊ G സുധാകരന്റെ കാര്യത്തിൽ കഴിഞ്ഞ തവണ ഇതേ മാർഗമാണ് സ്വീകരിച്ചത്. CPM-ന് ജയിക്കാവുന്ന കരുതുന്ന മണ്ഡലത്തിൽ ടൈം വ്യവസ്ഥ നടപ്പിലാക്കി. പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു ഈ ടീം ലീഡറാണ്. അല്ല, അതാണ് പറയുന്നത്. തീർച്ചയായിട്ടും നിശ്ചയമായും ജയിക്കാവുന്ന മണ്ഡലം, ഒരു സംശയവുമില്ല. കഴിഞ്ഞ PB യോഗം കൂടിയിട്ടെന്താണ് പറഞ്ഞത്? പിണറായി വിജയനാണ് നയിക്കുക. അങ്ങനെ 140 മണ്ഡലങ്ങൾ അതിന്റെ മറുപടിയാണ് നിഷ ഞാൻ പറയുന്നത്. ദയവായി കേൾക്കൂ. കഴിഞ്ഞ PB യോഗം ചേർന്ന് പിണറായി വിജയനാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുന്നണിയെ നയിക്കുക എന്ന് പറഞ്ഞല്ലോ. MA ബേബി തന്നെ പറഞ്ഞില്ലേ? അതിന്റെ അർത്ഥം എന്താണ്? അദ്ദേഹം കേരളം മുഴുവൻ ഇതുവഴി ഈ ഇലക്ഷനിയറിംഗുമായി ബന്ധപ്പെട്ട് പ്രചാരണം നടത്താൻ ചുമതലപ്പെട്ട ആളായിട്ട് PB ചുമതലപ്പെടുത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന് പിണറായി മണ്ഡലത്തിൽ മാത്രമായിട്ട് നിൽക്കേണ്ട അവസ്ഥയേ വരുന്നില്ല. 1 or 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം ഏറിയാൽ നിന്നാൽ മതി. അദ്ദേഹത്തിന് സ്റ്റേറ്റിൽ മുഴുവനും പോകാം. അത്ര സേഫാണ് ആ മണ്ഡലം. അതുകൊണ്ടാണ്. അപ്പൊ അതും ഈ പറഞ്ഞതുമായിട്ട് താരതമ്യങ്ങളില്ല. ശൈലജ ടീച്ചറിനെ കേരളം മുഴുവൻ ഓടി നടക്കേണ്ട കാര്യമില്ല. ആ കാര്യം അവരെ ഒരു നേതാവിന് അദ്ദേഹത്തിന്റെ ആ ഒരൊറ്റ മണ്ഡലത്തിൽ മാത്രമേ ഈ 2-3 ദിവസത്തെ പ്രചാരണം കൊണ്ട് ജയിക്കാൻ കഴിയൂന്നാണോ? അല്ല, അതെ. ബാക്കി ദിവസങ്ങൾ അദ്ദേഹത്തിന് കേരളത്തിൽ എല്ലായിടത്തും പ്രചാരണത്തിന് പോകാം. ആ സ്വാതന്ത്ര്യം കിട്ടും എന്നാണ് ഞാൻ പറഞ്ഞത്. അത് തന്നെയാണ് കാര്യവും. അദ്ദേഹത്തിന് എവിടെയും അല്ലാത്തതുകൊണ്ടാണ് 140 മണ്ഡലങ്ങൾ അദ്ദേഹത്തിന് പോകേണ്ടത് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞതും. അദ്ദേഹത്തിന് ഉണ്ടെന്ന് പറയുന്ന വലിയ ജനപ്രതിനിധി 140 മണ്ഡലങ്ങളിലേക്കും പാർട്ടിക്ക് അതിന് ഗുണം കിട്ടണം എന്ന് CPIM കരുതുന്നതുകൊണ്ടാണ്, LDF കരുതുന്നതുകൊണ്ടാണ്. CPM-ന് ആത്മവിശ്വാസമുള്ള നേതാവ് ശ്രീ പിണറായി വിജയന് അദ്ദേഹത്തിന്റെ സിറ്റിംഗ് മണ്ഡലത്തിൽ നിന്ന് മാറി ഒരല്പമെങ്കിലും ഭീഷണിയുള്ള മറ്റൊരു മണ്ഡലത്തിൽ പോലും പോയി മത്സരിക്കാനുള്ള ആത്മവിശ്വാസമില്ലേ ഈ ടേം വ്യവസ്ഥ നടപ്പാക്കുന്നതിന്റെ ഭാഗമായി? എങ്കിലും എന്തിന് അദ്ദേഹം അതിൽ നിന്ന് രക്ഷപ്പെട്ടു നിൽക്കണം അല്ലെങ്കിൽ മാറി നിൽക്കണം? അല്ല, നിഷയ്ക്കോ നിങ്ങളുടെ ചാനലിനോ പിണറായി വിജയൻ മറ്റു മണ്ഡലത്തിൽ പോയി മത്സരിക്കാൻ ആത്മവിശ്വാസം ഇല്ലാത്തവനാണ് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള താല്പര്യം ഉണ്ടാവും. പക്ഷെ അതല്ലല്ലോ വസ്തുത. അത് കേരളത്തിലെ ജനങ്ങളാരും സമ്മതിച്ചു തരികയില്ലല്ലോ. അദ്ദേഹം മറ്റു മണ്ഡലത്തിൽ പോയി മത്സരിക്കാൻ ധൈര്യമില്ലാത്തതുകൊണ്ടാണ്. അല്ല,
അല്ല, അങ്ങനെ ധൈര്യമില്ലാത്ത ആളാണ് പിണറായി വിജയൻ എന്ന് നിഷ പോലും ചോദിക്കുന്ന നിഷ പോലും അങ്ങനെ വിചാരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അത് ചോദ്യത്തിന് അപ്പുറത്തേക്ക് എന്താണ് കാര്യമുള്ളത്? പാർട്ടികൾ നടപ്പാക്കുമെന്ന് പറഞ്ഞ് കെ ശൈലജയെ മാറ്റുകയും ആ മാനദണ്ഡം കെ ശൈലജ CPM കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയാണ്. അവർക്ക് ഈ മാനദണ്ഡത്തിൽ പ്രകാരം മാറേണ്ടി വരുന്നു, പക്ഷെ പിണറായി വിജയന് മാറേണ്ടി വരുന്നില്ല. അതിന്റെ യുക്തി എന്താണ്? ആ പാർട്ടിയുടെ തീരുമാനമാണ്, അതാണ് യുക്തി. ആ പാർട്ടിക്ക് ആ തീരുമാനം എടുക്കാനുള്ള സ്വാതന്ത്ര്യ അവകാശമുണ്ട്, അത് തന്നെയാണ് യുക്തി. അത് പിന്നെ ഇത്തരം ചർച്ചകളിൽ വിശദീകരിച്ച് തലനാര കീഴ് കമ്പോട് കമ്പ് കീറി പിന്നെ ഈ ഡിസക്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ആ പാർട്ടിക്ക് എന്നല്ല ഒരു പാർട്ടിക്കും. ഏത് മണ്ഡലത്തിൽ ആരെ നിശ്ചയിക്കണം, നിർത്തണം, മത്സരിപ്പിക്കണം എന്നുള്ള അത് പാർട്ടിയുടെ തീരുമാനമാണെന്നേ. അത് വേറെ അതിന് മറ്റൊരാളുടെയും ഒരു സമ്മതമോ വിസമ്മതമോ ആവശ്യമില്ല. അതിന് അത്രയും വിശാലമാണല്ലോ ജനാധിപത്യം ഇന്ത്യയുടെ. അപ്പോൾ പിന്നെ അത്തരം ചോദ്യങ്ങൾക്കൊന്നും ഒരു കഥയില്ല നിഷ. ശരി, ഒറ്റ കാര്യം കൂടെ ശ്രീ ജയചന്ദ്രൻ, ഇവിടെ ഉന്നയിക്കപ്പെട്ടത് പാർട്ടി സെക്രട്ടറി മാറുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയാണോ അവിടുത്തെ ഏറ്റവും അനുയോജ്യമായ സ്ഥാനാർത്ഥി എന്നുള്ളതാണ്. അവർ പൊതുപ്രവർത്തന പാരമ്പര്യം ഇല്ലാത്ത ആളൊന്നുമല്ല, പക്ഷേ ആന്തൂർ നഗരസഭാ അധ്യക്ഷയായിരിക്കെ അവരുടെ ചില തീരുമാനങ്ങൾ കൊണ്ട് പാർട്ടിക്ക് അവിടെ ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ ആയതുകൊണ്ടാണോ അതെല്ലാം നിൽക്കുമ്പോഴും ഈ പരിഗണന കിട്ടുന്നതെന്നാണ് ചോദ്യം. കണ്ണൂർ ജില്ലാ കമ്മിറ്റിയാണ് നിശ്ചയിക്കുന്നത്. സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് പ്രാഥമിക ലിസ്റ്റ് അവർ ചർച്ച ചെയ്ത് പരിഗണിച്ചതിന് ശേഷമാണ് കൊടുക്കുന്നത്. അതിനകത്ത് CPIM സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയ്ക്ക് ഇരിക്കട്ടെ, അദ്ദേഹം ഇല്ലാത്തതുകൊണ്ട് സീറ്റ് എന്നുള്ള നിലയിലൊന്നും ആരും തലയ്ക്കുള്ളിലുള്ള ആരും അങ്ങനെ തീരുമാനിക്കില്ലല്ലോ. അത് നാളിതുവരെ CPM 64-ലുണ്ടായ പാർട്ടിയാണല്ലോ. നാളിതുവരെ അവരുടെ പാർട്ടി സെക്രട്ടറിമാരുടെ കുടുംബാംഗങ്ങൾക്ക് അവരുടെ കാലശേഷം ഇരിക്കട്ടെ കുടുംബാംഗങ്ങൾക്ക് സീറ്റ് എന്ന് പറഞ്ഞാൽ ആർക്കും കൊടുത്തിട്ട് ചരിത്രമില്ല, ഇന്നേ വരെ ഇല്ലല്ലോ, ഇപ്പോഴും ഇല്ല. അത് ആ സീറ്റ് അവർക്ക് കൊടുക്കുകയുള്ള തീരുമാനിച്ചിട്ടുള്ള സ്ഥാനത്തെ വന്നിട്ടില്ല. എന്നാലും ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളവരായിട്ടാണല്ലോ പറയപ്പെടുന്നത്. അതെ, അത് വെച്ചുകൊണ്ട് തന്നെയാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്, അങ്ങനെ തന്നെയാണല്ലോ. ഞാനത് മുഖവരേക്ക് എടുത്തുകൊണ്ട് തന്നെയാണ് പറയുന്നത്. അവർ തന്നെയാണ് സ്ഥാനാർത്ഥി എന്ന് ഇരിക്കട്ടെ. എങ്കിലും അത് തീരുമാനിക്കാനുള്ള അവകാശം ഗോവിന്ദൻ മാഷിന്റെ ഭാര്യ ആയതുകൊണ്ടല്ലെന്നേ. അവരുടെ ട്രാക്ക് റെക്കോർഡുണ്ട്. ഒരു വനിതാ പ്രവർത്തക എന്നുള്ള നിലയിൽ, വനിതാ സഖാവ് എന്നുള്ള നിലയിൽ അവർ പല നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ആ ട്രാക്ക് റെക്കോർഡ് മാത്രമേ നോക്കുന്നുള്ളൂ. അതാണല്ലോ കാര്യം. ഇപ്പൊ കോൺഗ്രസിന്റെ VT ബലറാമിന്റെ തൃത്താലയിൽ രാവിലെ ചാനലുകളെല്ലാം കാണിക്കുന്നുണ്ടല്ലോ, ഏകപക്ഷീയമായ നിലപാടെടുക്കുന്നു എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ മുഴുവൻ പ്രശ്നമുണ്ട്. ഏതാ PK ശ്യാമളയുടേത് മികച്ച ട്രാക്ക് റെക്കോർഡാണ് എന്നാണ് അങ്ങയുടെ വിലയിരുത്തൽ? മികച്ച ട്രാക്ക് റെക്കോർഡാണോ അല്ലയോ എന്നുള്ള ഞാനാണ് വിലയിരുത്തേണ്ടത്. ഞാൻ അങ്ങനെ വല്ലതും പറഞ്ഞോ നിഷ? ഞാൻ പറഞ്ഞ അവരുടെ ട്രാക്ക് റെക്കോർഡ് പാർട്ടിയുടെ മുമ്പിലുണ്ട്, പൊതുജനങ്ങളുടെ മുമ്പിലുണ്ട്, വോട്ടർമാരുടെ മുമ്പിലുണ്ട്. അതാണല്ലോ പാർട്ടി മുമ്പോട്ട് വെക്കുന്ന കാൻഡിഡേച്ചറിന്റെ ഉള്ളടക്കം അങ്ങനെയാണല്ലോ. അല്ലാതെ വെറുതെ നൂലെ കെട്ടിയ ഒരാളെ ഇറക്കാൻ കഴിയില്ലല്ലോ. അവരുടെ സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്ന പാർട്ടിയുടെ മുമ്പിൽ ആ വ്യക്തിയെ സഹയാത്രികൻ എന്ന നിലയിൽ ഇനി ഞാൻ ചോദിക്കുന്ന ചോദ്യം തീർച്ചയായും താങ്കളുടെ വ്യക്തിപരമായ അഭിപ്രായം എനിക്കൊന്ന് അറിയാനാണ്. ശ്രീ M. ജയചന്ദ്രൻ PK ശ്യാമളയാണോ KK ശൈലജയാണോ നിർബന്ധമായും അടുത്ത കേരള നിയമസഭയിൽ ഉണ്ടായിരിക്കേണ്ടതെന്നാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? അല്ലത് അങ്ങനൊരു ചോദ്യത്തിന്റെ ഈ താല്പര്യം എന്താണെന്നുള്ളത് താങ്കൾ പറയാതെ തന്നെ എനിക്ക് മനസ്സിലാവും. പിന്നെ ഈ സണ്ണി ജോസഫിനെ പോലെ സ്ഥിരമായി പേരാവൂർ സീറ്റിൽ ജയിക്കുന്ന ഒരാൾക്കെതിരെ അത്ര ഷുവറിറ്റി ഇല്ലാതെ നിർത്തുന്ന ശൈലജ ടീച്ചറെ നിർത്തുന്നു. അതേസമയം ഒരു ഷുവർ സീറ്റിൽ കൊണ്ടുവന്ന് PK ശ്യാമള നിർത്തുന്നു. അപ്പോൾ അവർ ജയിക്കുമെന്ന് ഉറപ്പാക്കുകയും ഇവരുടെ ജയം പിന്നെ അത്ര കണ്ട് ഉറപ്പില്ലാത്ത സീറ്റിലായിരിക്കുകയും ചെയ്യുന്നതിനെ കുറിച്ചാണല്ലോ താങ്കൾ ചോദിക്കുന്നത്. അതിനാണ് ഇങ്ങനെ വളഞ്ഞ് ചോദിക്കുന്നത്. എന്നെ സംബന്ധിച്ചോളം ശൈലജ ടീച്ചർ ജയിക്കണം എന്ന് തന്നെ ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അത് സണ്ണി ജോസഫിനെ തോൽപ്പിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടല്ല, ശൈലജ ടീച്ചർ ജയിച്ചോണമെന്ന ആഗ്രഹം കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് PK ശ്യാമള ഞാൻ നേരെ വ്യക്തിപരമായി ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത് KK ശൈലജ ടീച്ചർ ജയിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ആൾ തന്നെയാണ് ഞാൻ. അതുകൊണ്ട് പക്ഷേ PK ശ്യാമള തോക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളേ അല്ല ഞാൻ. അത് തന്നെയാണ് മറുപടി. PK ശ്യാമളയാണോ തളിപ്പറമ്പിൽ മത്സരിക്കാൻ ഏറ്റവും യോഗ്യയായ വനിതാ സഖാവ് എന്നുള്ളത് താങ്കളുടെ വിലയിരുത്തൽ അക്കാര്യത്തിൽ എന്താണ്? ഒപ്പം അടുത്തൊരു വിഷയം ഉടുമ്പൻചോലയിലെ M. മണിയുടെ സ്ഥാനാർത്ഥിത്വമാണ്. ഞാൻ മനസ്സിലാക്കുന്ന അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്ന് അദ്ദേഹത്തോട് പോലും ആലോചിക്കാതെയാണ് അദ്ദേഹത്തെ മത്സരിപ്പിക്കേണ്ടതില്ല എന്ന് തീരുമാനമെടുത്തത്. ജില്ലാ നേതൃത്വവും അദ്ദേഹത്തിന്റെ പേരാണ് ശുപാർശ ചെയ്തിരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്താണ് ഈ തീരുമാനങ്ങളുടെയൊക്കെ അടിസ്ഥാനം, മാനദണ്ഡമെന്ന് മുതിർന്ന നേതാക്കൾക്ക് പോലും ബോധ്യം വരാത്ത സാഹചര്യമാണ്. നിഷ, ഞാൻ ചോദിക്കട്ടെ, ഇത്തരത്തിൽ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ചോദ്യങ്ങൾ കൊണ്ട് നമുക്കൊരു ചർച്ച മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ? ഒരു പാർട്ടി നിശ്ചയിക്കുന്നതാണ് അവരുടെ സ്ഥാനാർത്ഥികൾ. അതിന് പല മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ അതത് പാർട്ടികളാണെന്ന് നിശ്ചയിക്കുന്നത്. നമുക്കൊരു ചർച്ചയിൽ ഇരുന്നുകൊണ്ട് എന്താണ് അതിൻ്റെ കാര്യം, ആവശ്യകത
എന്നൊക്കെ ചോദിച്ചാൽ അല്ല, എനിക്ക് ശ്രീ മറുപടി പറയാൻ ജയചന്ദ്രൻ, ഞാൻ അറിയില്ല. ചോദിക്കുന്നത് സത്യസന്ധമായി ഞാൻ സി എം പറയുകയാണ്. മണിയെ പോലുള്ള ഒരു അത് ആ പ്രതികരണത്തിൽ പാർട്ടി നിന്ന് നിശ്ചയിക്കുന്നതാണ് മാനദണ്ഡം. മനസ്സിലാക്കുന്നത് ഇക്കാലം അത്രയും പാർട്ടിയിൽ പ്രവർത്തിച്ചിട്ടുള്ള മുതിർന്ന നേതാക്കൾക്ക് പോലും ഈ മാനദണ്ഡം എന്താണെന്ന് ബോധ്യം. ഈ പാർട്ടി എന്ന് പറഞ്ഞാൽ ഈ നേതാക്കളൊക്കെ ഉൾപ്പെടുന്നതല്ലേ? അവർക്കെങ്കിലും ബോധ്യം വരണ്ടേ ഇന്ന കാരണം കൊണ്ടാണ് എന്നെ മത്സരിപ്പിക്കാത്തതെന്ന്? അതുണ്ടാവുന്നുണ്ടോ? അത് മണിയാശനൊക്കെ നാളെ ബോധ്യം വരും. കാര്യം നാളെ സ്റ്റേറ്റ് കമ്മിറ്റി ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും സംശയം ഉണ്ട് അവിടെ ചോദിച്ചാൽ കൃത്യമായി അവിടെ പരിഹരിക്കപ്പെടുകയും അദ്ദേഹത്തിന് ബോധ്യം വരികയും ചെയ്യും. ഒരു സംശയവുമില്ല. അദ്ദേഹം അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ആശങ്കയോ സംശയങ്ങളോ ഉള്ള ആളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അദ്ദേഹത്തിന് കുറച്ചെങ്കിലും അറിയാവുന്ന ഒരാളെന്നുള്ളതല്ലേ. ഇനി ആ സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് നാളെ അവിടെ തീർക്കട്ടെ. സ്റ്റേറ്റ് കമ്മിറ്റിയാണല്ലോ. അതിൻ്റെ അത്തരം കാര്യങ്ങളെക്കുറിച്ച് അത് കൂടുതൽ അഭിപ്രായം പറയാനായിട്ട് ഇപ്പോൾ എന്തുകൊണ്ട് പി കെ ശ്യാമള, അത് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയാണ് ആ പേര് ആദ്യം നിർദ്ദേശിച്ച് വിടുന്നത് മുകളിലേക്ക്. അത് പിന്നെ അവിടെയാണ് പരിശോധിച്ചത്. ആദ്യം സ്റ്റേറ്റ് സെക്രട്ടറിയായിട്ട് പരിശോധിച്ചു, പിന്നെ സ്റ്റേറ്റ് കമ്മിറ്റി ഒന്ന് പരിശോധിച്ചു, വീണ്ടും താഴേക്ക് ജില്ലാ കമ്മിറ്റിയിലേക്ക് പോയി, അവർ വീണ്ടും പരിഗണിച്ച് തിരിച്ചയച്ചു. ഇനിയിപ്പോൾ ഫൈനലായിട്ട് തീരുമാനിക്കേണ്ടത് നാളെയാണ്. അത് ആ പാർട്ടിയുടെ സംഘടനാപരമായ ഒരു പ്രോസസ്സാണല്ലോ. ആ പ്രോസസ്സ് കഴിഞ്ഞ് അവർ ഫൈനലൈസ് ചെയ്യൂ. അതാണല്ലോ ഗോവിന്ദ മാഷ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പറഞ്ഞത്. 8-ാം തീയതിയോ 9-ാം തീയതി ആകുമ്പോഴേക്ക് നിങ്ങൾക്ക് ഫൈനൽ ലിസ്റ്റ് ഞാൻ തരാം എന്ന് മാധ്യമപ്രവർത്തകരല്ലേ പറഞ്ഞത്. ആ പ്രോസസ്സ് കഴിഞ്ഞ് അവർക്ക് തരാൻ പറ്റൂ. ഓരോ പാർട്ടിക്കും അത്തരത്തിലുള്ള ഓരോരോ പ്രോസസ്സുകൾ ഉണ്ടാകുമല്ലോ. ഇവർക്കിങ്ങനെയാണ്. കോൺഗ്രസിന് വേറൊന്നായിരിക്കാം, ബി ജെ പിക്ക് മറ്റൊന്നായിരിക്കാം. ഏതായാലും പ്രോസസ്സ് ഉണ്ട്, ഏത് പാർട്ടിക്കാണെങ്കിലും ഉണ്ട്. അതിനു മുമ്പ് എല്ലാം നമുക്ക് ഊഹങ്ങൾ മാത്രമാണ്. ഊഹങ്ങളിൽ ഇത്തരം പല കാര്യങ്ങൾ പറയാം എന്നുള്ളതല്ലാതെ ഒരു ചോദിക്കുകയാണ്. ഉടുമ്പൻചോലയിൽ മത്സരിക്കാൻ ഏറ്റവും യോഗ്യനായ വ്യക്തി ശ്രീ എം എം മണി തന്നെയാണ് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഒന്നുമില്ല. അങ്ങനെ ഞാൻ പറഞ്ഞില്ല, അപ്രമാദിത്വം ഒന്നും ആർക്കെങ്കിലും ഉള്ളതായിട്ടൊന്നും ഞാൻ കരുതുന്നില്ല. അപ്പം പിണറായി വിജയൻ്റെ കാര്യത്തിൽ മാത്രം പോളിറ്റ് ബ്യൂറോ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അദ്ദേഹം നയിക്കാൻ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തി. അതുകൊണ്ട് അദ്ദേഹം താങ്കൾ പറഞ്ഞതുപോലെ അവിടെ അനിവാര്യം എന്ന് കണ്ടിട്ടുണ്ട്. അതല്ലാതെ മറ്റേതെങ്കിലും പിന്നെ മണ്ഡലങ്ങളിലുള്ള ആർക്കാണ് അനിവാര്യതയുള്ളത്? അവർ ഇന്നെവിറ്റബിൾ എന്ന് പറയാൻ കഴിയുന്ന ഏതെങ്കിലും കാൻഡിഡേറ്റായിട്ട് ആരെയെങ്കിലും കണ്ടെത്തേണ്ട കാര്യവുമില്ല. പിണറായി വിജയന്റെ ആ ഒരു മാനദണ്ഡം പോലെ അല്ലോ ബാക്കിയുള്ള അദ്ദേഹത്തിന്റെ രീതികളോടും ഒക്കെ ആളുകൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കാം. പക്ഷെ അപ്പോഴും ഹൈ റേഞ്ചിൽ ഈ പാർട്ടിയെ കെട്ടിപ്പടുക്കുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്കിനെ പാർട്ടിക്ക് തള്ളി പറയാൻ പറ്റുമോ? ഒരിക്കലും ഇല്ലെന്ന് മാത്രമല്ല, അത് അങ്ങേയറ്റം പിന്നെ ആദരവോടെ ചേർത്ത് നിർത്തിയിട്ടുള്ള ആളാണ് മണിയാശൻ എന്ന് പറയുന്നത്. CPM-നെ സംബന്ധിച്ച് അത്ര അധികമുണ്ട് അദ്ദേഹം അവിടെ അനുഭവിച്ച യാതനകളും കഷ്ടപ്പാടും ഈ പാർട്ടി നിർണായക ശക്തിയാക്കി മാറ്റി തീർക്കാൻ. അത് പിന്നെ നിഷ നമ്മുടെ റോഷിയോട് ചോദിച്ചാൽ റോഷി പറയും. റോഷി അടുത്ത കാലത്താണല്ലോ ഇങ്ങോട്ട് വന്നത് LDF-ലേക്ക്. 2001 മുതൽ റോഷി UDF-ന്റെ MLA ആണ്. കുറച്ചു കാലമല്ലേ ആളൂ LDF-ലേക്ക് വന്നിട്ട്. പക്ഷേ റോഷി പറഞ്ഞിട്ടുണ്ട്, എന്നോട് പറഞ്ഞിട്ടുണ്ട്, പിന്നെ അത്രയധികം ആ മണിയാശാൻ്റെ അവിടുത്തെ ഒരു ശരിക്കും അദ്ദേഹം ഇടുക്കി ജില്ലയിലെ തന്നെ ടവറിംഗ് പേഴ്സണാലിറ്റിയാണ് ആ തരത്തിൽ. പക്ഷേ ഒരുപാട് ഈ നാക്കുളുക്കുന്ന സ്ലിപ്പ് ഓഫ് ടങ് ഒരുപാട് ഔന്നത്യം അത് പാർട്ടി നിശ്ചയിച്ചാൽ മതി. പാർട്ടി മാനദണ്ഡം പാർട്ടി തന്നെയാണ് കാണേണ്ടത്. അദ്ദേഹം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിരുന്നല്ലോ. ഇപ്പം നിങ്ങൾ ചോദിക്കുന്നില്ലല്ലോ എന്തുകൊണ്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അദ്ദേഹത്തെ ഒഴിവാക്കിയെന്ന്. പക്ഷേ ഇതുവരെ അങ്ങോട്ട് ചോദ്യം ചോദിച്ചില്ലല്ലോ. നേരത്തെ അദ്ദേഹം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിരുന്ന ആളല്ലേ, എന്തുകൊണ്ടാണ് ഇപ്പൊ സെക്രട്ടേറിയറ്റ് ഇല്ലാത്തത്? ആ ചോദ്യം ഒന്ന് നിഷയിൽ നിന്ന് വരാത്തത്. ഓരോ മാനദണ്ഡമുണ്ട്, അതുകൊണ്ടാണ്. ആ മാനദണ്ഡം അനുസരിച്ച് അദ്ദേഹത്തിന് നിൽക്കാൻ കഴിയും. ഏതാണ്? അല്ല, മാനദണ്ഡം ഉണ്ട്, അതുകൊണ്ടാണ് ഒഴിവാക്കിയത്. മാനദണ്ഡം ഉള്ളതുകൊണ്ടാണ് ഒഴിവാക്കിയെന്നേ. അതെ, പലതരം മാനദണ്ഡം ഉണ്ട് അവിടെ. അതിപ്പോൾ ഈ ഒരു ചർച്ചയിൽ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് എനിക്ക് പറഞ്ഞു തീർക്കാൻ കഴിയില്ല. അത് തന്നെ ഒരു 10 മിനിറ്റ് വിവരിക്കണം എന്നുണ്ടെങ്കിൽ